ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നിഷ സ്പേസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല നാടിൻ്റെ മണമുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. ജൂലൈ ഓഗസ്റ്റിൽ വെക്കേഷനിൽ ഞങ്ങൾ നാട്ടിൽ പോയിരുന്നു. അപ്പോൾ അന്നേരം നല്ല മഴയൊക്കെ ഉള്ള സമയമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു പച്ചപ്പും ഹരിതാഭയും മഴയും പുഴയൊക്കെ ഉള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ആദ്യം നമ്മൾ T3 നിന്നാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ദുബായിലെ ടെർമിനൽ 3 നിന്നായിരുന്നു ഫ്ലൈറ്റ്. 9:30 ഫ്ലൈറ്റ് ആയിരുന്നു. അപ്പോൾ നമ്മൾ വൈകിട്ട് ഒരു 6:30 ആയപ്പോഴത്തേക്ക് എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഫ്ലൈറ്റിൽ കഴിയുന്നതും ഞാൻ വിൻഡോ സീറ്റ് തന്നെ എങ്ങനെയും തരപ്പെടുത്താൻ നോക്കും. കാരണം വിൻഡോ സീറ്റിലിരുന്നാലാണല്ലോ ടേക്ക് ഓഫ് ലാൻഡിങ് ഒക്കെ നന്നായിട്ട് കവർ ചെയ്യാൻ പറ്റുള്ളൂ. നേഹ പിന്നെ ഫ്ലൈറ്റിൽ കയറിയ സിനിമ കണ്ടുകൊണ്ടിരുന്നോളും. ചേട്ടന് പിന്നെ ഫ്ലൈറ്റിൽ കയറിയാൽ ഉറങ്ങണം. അപ്പോൾ പിന്നെ അവർക്ക് വിൻഡോ സീറ്റ് കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ ചെക്കിനിലോട്ട് നടക്കുകയാണ്. ദേ എൻ്റെ വ്ളോഗർ ഇവിടെ വ്ളോഗിങ് ഒക്കെ സൈഡിൽ കൂടെ തകർത്ത് നടക്കുന്നുണ്ട്. അപ്പം നമ്മൾ ചെക്കിനൊക്കെ കഴിഞ്ഞ് ബോർഡ് ചെയ്തു. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആയി. അപ്പം ഞാൻ ഇങ്ങനെ വിൻഡോ സീറ്റിലിരുന്ന് ടേക്ക് ഓഫ് കവർ ചെയ്യുകയാണ്. നാട്ടിലോ അല്ലെങ്കിൽ വേറെ പച്ചപ്പുള്ള സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ ടേക്ക് ഓഫ് പകലാണ് ഏറ്റവും രസം കാണാനായിട്ട്. എന്നാൽ ദുബായിൽ എപ്പോഴും ടേക്ക് ഓഫ് ലാൻഡിങ്ങും രാത്രിയാണ് രസം. കാരണം ഇവിടെ കൂടുതലും ബിൽഡിങ്സ് ആണല്ലോ. അപ്പോൾ രാത്രി ആകുമ്പോഴത്തേക്ക് നല്ല ലൈറ്റും ഒക്കെ ആയിട്ട് കാണാനൊരു പ്രത്യേക ഭംഗിയാണ്. അപ്പോൾ എവിടെ പോയാലും ഞാൻ ഈ ടേക്ക് ഓഫ് എപ്പോഴും കവർ ചെയ്യുകയും ചെയ്യും. എപ്പോഴും വീഡിയോ എടുത്ത് ഫുൾ ടേക്ക് ഓഫ് കഴിഞ്ഞിട്ടേ ഞാൻ അവിടുന്ന് കണ്ണ് മാറ്റുള്ളൂ. അത്രയ്ക്ക് ഞാൻ കണ്ടിരിക്കും. എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാഴ്ചയാണ്. ടേക്ക് ഓഫ് കഴിഞ്ഞ് ഫ്ലൈറ്റ് കടലിൻ്റെ മുകളിൽ എത്തുന്നവരെ ഇങ്ങനത്തെ കാഴ്ചകളാണ്. ടേക്ക് ഓഫ് കഴിഞ്ഞ് പിന്നെ ഫുഡ് വരുന്നവരെ സുഖമായിട്ട് കിടന്നുറങ്ങും. കാരണം രാത്രിയാണ്, 9:30ക്കാണ് ഈ ഫ്ലൈറ്റ്. അപ്പോൾ അങ്ങനെ നമ്മൾ ദുബായിയുടെ മുകളിലൂടെ ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയാണേ. ഫ്ലൈറ്റ് ആയതുകൊണ്ട് ഫുഡായിട്ട് റൈസും കറിയും പിന്നെ ഒരു സാലഡും സേമിയ പായസവും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് നല്ലോണം കിടന്നുറങ്ങി. എന്നിട്ട് നെടുമ്പാശ്ശേരിയിൽ ലാൻഡ് ചെയ്യുമ്പം അത്യാവശ്യം നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു. ലാൻഡ് ചെയ്യുന്നതിന് കുറച്ച് മുന്നേ ആയിട്ട് നല്ലൊരു ടർബുലൻസ് കിട്ടി. ഒരു 2-3 മിനിറ്റ് ഫ്ലൈറ്റ് നല്ല കുലുക്കമായിരുന്നു. പിന്നെ ഭാഗ്യം കൊണ്ടൊന്നും പ്രശ്നമൊന്നും ഉണ്ടായില്ല. എന്നാലും നന്നായിട്ടൊന്ന് പേടിച്ചു. നന്നായിട്ട് ഉറങ്ങുന്നവരുടെയൊക്കെ ഉറക്കം കുറച്ച് നേരത്തേക്കൊന്ന് പോയിരുന്നു. പിന്നെ കുഴപ്പമൊന്നും ഇല്ലാതെ നമ്മൾ ലാൻഡ് ചെയ്തു. ഇപ്പം നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ്. മഴയും പച്ചപ്പും ഒക്കെ കണ്ടു തുടങ്ങി. വീട്ടിലെത്തി അച്ഛനെയും അമ്മയൊക്കെ കണ്ടു. കുറച്ച് നേരം സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് കിടന്നുറങ്ങി. അന്നേരം നല്ല മഴയായിരുന്നു. അപ്പം മൂടി പുതച്ച് കിടന്നുറങ്ങാൻ നല്ല സുഖം.
നാട്ടിലെത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് AC ഒന്നും വേണ്ടല്ലോ. അപ്പോൾ അങ്ങനെ നല്ലോണം കിടന്നുറങ്ങി. അത് കഴിഞ്ഞ് ഒരു 10 മണിക്ക് എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. എന്നിട്ട് പതുക്കെ മുറ്റത്തോട്ടിറങ്ങി. അപ്പോൾ മഴ തോർന്ന് നിൽക്കുന്ന സമയമാണ്. പിന്നെ മുറ്റമൊക്കെ നല്ലോണം നനഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ അങ്ങനെ ചെടിയും മുറ്റവും പൂമ്പാറ്റയും എല്ലാം വീഡിയോ എടുക്കുകയാണ്. മുറ്റത്തിന് ചുറ്റും ചെറിയ മതിൽ കെട്ടിയിട്ട് അതിനകത്ത് കുറേ ചെടികളുണ്ട്. റോസ, തുളസി, മൊസാൻഡ, മണി പ്ലാന്റ്, ചെമ്പരത്തി മുതൽ അങ്ങോട്ട് കുറേ ചെടികളുണ്ട്. പൂച്ചെടികൾ മാത്രമല്ല കേട്ടോ, അതിനിടയിൽ കൂടെ തെങ്ങ്, വാഴ, പിന്നെ ഒരു കോവൽ, അങ്ങനെ എന്തൊക്കെയോ നിൽപ്പുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് കാണിച്ചു തരാം. കഴിഞ്ഞ വർഷം വന്നപ്പോഴാണെങ്കിൽ ഒരു മരത്തിൽ നിറയെ പാഷൻ ഫ്രൂട്ട് പടർന്ന് കയറി കിടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം അതില്ല. ഇതിപ്പം ഞങ്ങൾ എൻ്റെ വീട്ടിൽ നിന്ന് ഹസ്ബൻഡിൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. ഹസ്ബൻഡിൻ്റെ വീട് കോട്ടയത്ത് നെടുങ്കുന്നത്താണ്. അപ്പോൾ ഇനി നെടുങ്കുന്നം കാഴ്ചകൾ കാണാം. ഇത് വീടിന് തൊട്ട് മുന്നിലുള്ള ഒരു തോടാണ്. ഇത് കഴിഞ്ഞിട്ട് കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പറമ്പിലൊക്കെ കൂടുതൽ റബ്ബറൊക്കെയാണ്. അപ്പം നമ്മൾ ആ റബ്ബറിലൂടെ നടന്ന് ഒരു മലയിൽ കയറുകയൊക്കെ ചെയ്തു. അപ്പോൾ അതൊക്കെ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഇടാം. ഇതിപ്പോൾ ഒരാഴ്ചയായിട്ട് തകർത്ത് മഴ പെയ്യുന്നതുകൊണ്ടാണ് ഇത്രയും വെള്ളം. അല്ലെങ്കിൽ ഈ തോട്ടിൽ ഇത്ര വെള്ളമൊന്നുമില്ല. കുറച്ച് വെള്ളവും നല്ല തെളിഞ്ഞ വെള്ളമാണ്. ഇതിപ്പം മഴ പെയ്തിട്ട് ഇച്ചിരി കലങ്ങിയ വെള്ളമാണ് വരുന്നത്. നാട്ടിലുള്ളവർ വിചാരിക്കും ഈ എന്നും കാണുന്ന റോസാപ്പൂവും ബന്ദിപ്പൂവും തെങ്ങും ഒക്കെ ആരെങ്കിലും പിടിച്ച് വീഡിയോ എടുക്കുമെന്ന്. പക്ഷേ ഇത് പിന്നെ ഇരുന്ന് കാണുമ്പോൾ നല്ല രസമാണ്. അപ്പോൾ എൻ്റെ ഗാലറി നിറയെ ഇങ്ങനത്തെ പച്ചപ്പിൻ്റെയും പുഴയുടെയും ഒക്കെ പടങ്ങളും വീഡിയോ ആണ്. പാർട്ട് 2, പാർട്ട് 3 വീഡിയോകളൊക്കെ ആയിട്ട് ഞാൻ പതുക്കെ വരാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.
താങ്ക് യു ഫോർ വാച്ചിങ് നിഷ സ്പേസ്.